കൈത്താക്കാലം 8-ാം ഞായർ മർക്കോസ് 9:2 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അതിമനോഹരവും ഹൃദയസ്പർശിയും നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നതുമായ ഒരു ദർശനാവിഷ്കാരമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ ശ്രവിക്കുന്നത്. കർത്താവീശോ തൻ്റെ പ്രിയപ്പെട്ട 3 ശിഷ്യന്മാരുമൊത്ത് താബോർ മലയിലേക്ക് കയറുകയാണ്. അവർ അവിടെ ആയിരുന്നപ്പോൾ അവർക്ക് ഒരു ദർശനമുണ്ടായി. ഏലിയായും മോശയും കർത്താവിന് പ്രത്യക്ഷപ്പെട്ട് അവിടുത്തോട് സംസാരിക്കുന്നു. അത് കണ്ട പത്രോസ് ശ്ലീഹ പറയുകയാണ്, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ ഇവിടെ 3 കൂടാരങ്ങൾ നിർമ്മിക്കാം. ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയായ്ക്കും. കൂടാരവും ദേവാലയവും പണിയുവാനുള്ള ഒരു തിടുക്കമാണ് പത്രോസ് കാണിക്കുന്നത്. കർത്താവ് അവരുടെ ഇടയിൽ നിന്നും കടന്നു പോകരുത് എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം അദ്ദേഹം അത് പറഞ്ഞത്. ശിഷ്യന്മാർക്ക് അത്ഭുതവും ഭയവും ഒരുപോലെ അനുഭവപ്പെട്ടു. ഇങ്ങനെയുള്ള ഒരു ദർശനത്തിലാണ് മതം പിറക്കുന്നത്. അതോട് ചേർന്ന് പോകുന്നതാണ് മേഘത്തിൻ്റെ സാന്നിധ്യം. മേഘത്തിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദവും ഈ ദർശനത്തോട് ഒത്തുപോകുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ എന്ന വെളിപ്പെടുത്തലും ഉണ്ടാകുന്നു. ആർക്കു വേണ്ടി ഉച്ചരിക്കപ്പെട്ട വാക്കുകളായിരുന്നു അവ? എൻ്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് അവ പിതാവിൻ്റെ വാക്കുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പറഞ്ഞത് ആരോടാണ്? ഏലിയായോടും മോശയോടുമല്ല എന്ന് നമുക്കറിയാം. അതിനാൽ അത് ശിഷ്യന്മാരോടാണ് എന്ന് ഉറപ്പ്. ഒരു നിമിഷത്തിൻ്റെ വെളിപ്പെടുത്തലാണത്. ദൈവവചനത്തിൻ്റെയും വേദപുസ്തകത്തിൻ്റെയും ആവിഷ്കരണത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള വെളിപ്പാടായിരുന്നു അത്. അതിൻ്റെ പ്രതീകമാണ് മോശയും ഏലിയായും, അതായത് നിയമവും പ്രവാചകന്മാരും. അവ വേദപുസ്തകം വ്യക്തിരൂപം പൂണ്ട് അവരിലൂടെ പ്രത്യക്ഷമാകുകയായിരുന്നു. വചനം ചരിത്രത്തിലൂടെയാണ് ഉച്ചരിക്കപ്പെടുന്നത്. അങ്ങനെയാണത് വീണ്ടും വീണ്ടും വെളിപ്പെടുന്നത്. വചനമാണ് മനുഷ്യചരിത്രത്തിൻ്റെ ദിശ നിശ്ചയിക്കുന്നത്. ആ വചനമാണ് സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ വെളിവായത്. ഈശോ തൻ്റെ വെളിപ്പെടുത്തലുകളിൽ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത് തൻ്റെ പിതാവിനെക്കുറിച്ചാണ്. അവിടുന്ന് വെളിപ്പെടുത്തുന്നത് ദൈവത്തെ പിതാവായിട്ടാണ്. ഈശോ വെളിപ്പെടുത്തിയത് ദൈവത്തിൻ്റെ ഒരു മാനസിക ഭാവവും കൂടിയാണ്. അതായത് ദൈവത്തിൻ്റെ വചനം മനുഷ്യൻ്റെ വിളിക്കുള്ള പ്രത്യുത്തരമായിട്ടാണ് അവിടുന്ന് വെളിപ്പെടുത്തുന്നത്. വചനം മാംസമായി എന്നതിൻ്റെ അർത്ഥം അതാണ്. ആ വചനം തന്നെ പിന്നീട് അപ്പമായി തീരുന്നു. അത് തൻ്റെ മാംസവും രക്തവുമാണ് എന്നും അവിടുന്ന് വെളിപ്പെടുത്തി. മാംസവും രക്തവുമാകുന്ന വചനമാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. അത് മുഴങ്ങുന്ന ശബ്ദം മാത്രമായിരിക്കരുത്. ഒരുപാട് പൊള്ളയായ വാക്കുകളാണ് നമ്മൾ സംസാരിക്കുന്നത്. വാക്കുകളുടെ അതിപ്രസരമാണ് എവിടെയും. വചനം ദർശനത്തിൽ നിന്നാണ് ഉരുത്തിരിയേണ്ടത്. വചനത്തിന് ഒരു വ്യക്തിപരമായ ഉൽപ്പത്തിയും ഉണ്ടായിരിക്കണം. മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തി എഴുന്നേൽക്കുന്നതുവരെ ഇത് ആരോടും പറയരുത് എന്ന് കർത്താവ് നിർബന്ധന വയ്ക്കുന്നു. എന്താണ് ഇതിന് പിന്നിലുള്ള രഹസ്യം? വെളിപാടിൻ്റെ വഴിയെയാണ് ഈശോ നീങ്ങിയിരുന്നത്. അതിൻ്റെ പൂർത്തീകരണമായിരുന്നു അവിടുത്തെ പീഡാനുഭവവും മരണവും. തൻ്റെ ഉത്ഥാനവും കർത്താവ് മുൻകൂട്ടി കണ്ട് അറിഞ്ഞിരുന്നു. നമ്മുടെ ജീവിതത്തിനും ഇതുപോലൊരു വെളിപാടിൻ്റെയും ദൈവപരിപാലനയുടെയും വഴിയുണ്ട്. ജീവിതം അങ്ങനെ ആകസ്മികമായി സംഭവിച്ചുകൊണ്ട് പോകുന്ന ഒന്നല്ല. അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ വഴി നടത്തലുണ്ട്. അവിടുന്നാണ് നമ്മുടെ വഴി നിശ്ചയിക്കുന്നത്. സുവിശേഷത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഈ ഉൾക്കാഴ്ചയാണ്. എന്താണ് ഈ സുവിശേഷത്തിന് പിന്നിലുള്ള ഇന്നുള്ള പ്രസക്തി? നമ്മുടെ ജീവിതം സാധാരണത്വത്തിലേക്ക് വീഴുമ്പോൾ നമ്മൾ ഏകാന്തത തേടണം. നമ്മെയും ദൈവത്തെയും കണ്ടെത്തുവാനത് ആവശ്യമാണ്. ദൈവമില്ലാത്ത ജീവിതം അർത്ഥമില്ലാത്ത ജീവിതമാണ്. ദൈവമാണ് നമുക്ക് ദിശ പറഞ്ഞു തരുന്നത്. ദൈവമാണ് നമ്മെ വഴി നടത്തുന്നത്. അവിടുത്തെ കൂടാതെ നമ്മൾ തനിയെ അലയുമ്പോൾ നമുക്ക് വഴിതെറ്റിപ്പോകുന്നു. ഈ ഉൾക്കാഴ്ചയിലേക്ക് നമുക്ക് എത്തിച്ചേരാം. ഇന്നത്തെ സുവിശേഷത്തിലൂടെ അതിലേക്ക് കടന്നു വരാം. ദിവ്യനാഥനെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാൻ ഇന്നത്തെ സുവിശേഷം ഉപകരിക്കും.
അവിടുന്നാണ് നമ്മുടെ ജീവിതത്തിന് ദിശയും വ്യക്തതയും അർത്ഥവുമൊക്കെ നൽകുന്നത്. നമ്മുടെ ജീവിത ബന്ധങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഉള്ള ഒരു രൂപാന്തരീകരണം സംഭവിക്കണം. അതാവശ്യമാണ്. അപ്പോഴാണ് നമ്മൾ നമ്മെ തന്നെയും പരസ്പരവും തിരിച്ചറിയുന്നത്. നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ആ പ്രകാശമാനമായ രഹസ്യം അപ്പോഴാണ് വെളിവാകുന്നത്. സഹനത്തിനും മരണത്തിനും അപ്പുറം പ്രത്യാശയുടെ കിരണങ്ങൾ നമുക്ക് ദർശിക്കുവാൻ സാധിക്കണം. പുനരുത്ഥാനമെന്ന നമ്മുടെ ജീവിതത്തിൽ പ്രസക്തമായ വലിയ രഹസ്യം നമ്മുടെ ജീവിത ബന്ധങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒരു രൂപാന്തരീകരണം സംഭവിക്കണം. അപ്പോഴാണ് നമ്മൾ നമ്മെ തന്നെയും പരസ്പരവും തിരിച്ചറിയുന്നത്. നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ആ പ്രകാശമാനമായ രഹസ്യം അപ്പോഴാണ് വെളിവാകുന്നത്. സഹനത്തിനും മരണത്തിനും അപ്പുറം പ്രത്യാശയുടെ കിരണങ്ങൾ നമുക്ക് ദർശിക്കുവാൻ സാധിക്കണം. പുനരുത്ഥാനം എന്നത് ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തുടർക്കഥയാണ്. ഈ ഒരു ദർശനവും ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. ഏവർക്കും അടുത്തു വരുന്ന ഞായറാഴ്ചയുടെ എല്ലാ അനുഗ്രഹങ്ങളും മംഗളങ്ങളും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു.